543 വനിതാ സംവരണം വേണം എന്ന് ആവശ്യപ്പെടാൻ ഇനി ആരും ബാക്കിയില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടി ആവശ്യപ്പെട്ടതാണ്. അങ്ങനെയാണല്ലോ ഈ 2023 ബില്ല് തന്നെ വന്നത്. ആ ബില്ലനുസരിച്ചുള്ള അടുത്ത നടപടിയാണ് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നത്. അപ്പോൾ അത് പറ്റില്ല. ഇതിൻ്റെ പ്രശ്നം ഈ സ്ത്രീകൾക്ക് 33% സംവരണം കൊടുക്കുന്നത് പുരുഷന്മാർക്ക് ഇഷ്ടമല്ലാത്തത് അവരുടെ സീറ്റ് പോകും എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ പത്തനാപുരം ഗണേഷ് കുമാറിൻ്റെ സീറ്റാണ്. പത്തനാപുരത്തല്ലാതെ വേറൊരു സ്ഥലത്ത് ഗണേഷ് കുമാർ ജയിക്കില്ല. അതാണ് പുള്ളിയുടെ രാഷ്ട്രീയം. ഞാൻ ഗണേഷ് കുമാറിനെ ഒരു ഉദാഹരണമായിട്ട് എടുത്തതേ ഉള്ളൂ കേട്ടോ, അല്ലാതെ അങ്ങേരുടെ എന്തെങ്കിലും വിരോധം ഉണ്ടായിട്ടോ ഒന്നുമല്ല. ഇതുപോലെ ഒരുപാട് പേരുണ്ട്. ചില പ്രത്യേക സീറ്റിൽ അവർ ജയിക്കും, വേറെ എവിടെ നിന്നാലും ജയിക്കില്ല. അവർ ആ കോൺസ്റ്റിറ്റ്യുവൻസിയെ നഴ്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഇരിക്കുന്ന 543 വെച്ച് വിഭജിച്ച് കഴിഞ്ഞാൽ റൊട്ടേഷൻ വഴി പത്തനാപുരം റിസർവേഷനായിട്ട് മാറുന്നു, വനിതാ റിസർവേഷനായിട്ട് മാറുന്നു. 5 വർഷം ഗണേഷ് കുമാർ പുറത്ത് നിൽക്കേണ്ടി വരും. ഇങ്ങനെ എത്രയോ ഗണേഷ് കുമാർമാരുണ്ടെന്നറിയാം, BJPയിലും ഉണ്ട്. അപ്പോൾ ഇവരാണ് ഇതിന് തടസ്സം നിൽക്കുന്നത്. പുറത്തൊന്നും പറയില്ലായിരിക്കാം, അകത്ത് പല രീതിയിൽ. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇതിന് ചികിത്സിച്ചിട്ടേ ഇനി വനിതാ സംവരണം കൊണ്ടുവരുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ മോദി തീരുമാനിച്ചു, ശരി എൻ്റെ പൊന്നെ, നീ നിൻ്റെ പത്തനാപുരമോ അല്ലെങ്കിൽ IB ഈഡൻ എറണാകുളത്ത് കെട്ടിപ്പിടിച്ചിരിക്കുന്നു, നിങ്ങൾ ഇരുന്നോ, നിങ്ങളെ ഞാൻ ഉപദ്രവിക്കുന്നില്ല. ഞാൻ അഡീഷണൽ ഒരു കസേര ഇട്ടിട്ട് അവിടെ അവരെ ഇരുത്തിക്കോളാം. 543 എന്നുള്ളത് 850 ആക്കാം. എന്നിട്ട് മൊത്തം ഇതിൻ്റെ 1/3 അവർക്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ സീറ്റുകൾ ഭദ്രം, അവർക്ക് സംവരണവുമായി. ഇതും പറ്റില്ല. അപ്പോഴാണ് അടുത്ത ഇത് തോണ്ടിയെടുക്കുന്നത്. സൗത്ത് ഇന്ത്യക്ക് കുറവ്. എങ്ങനെ സൗത്ത് ഇന്ത്യക്ക് കുറവ് എനിക്ക് മനസ്സിലായില്ല. 1961 ഡീലിമിറ്റേഷൻ നടത്തിയപ്പോൾ ഉത്തർപ്രദേശിന് 86 സീറ്റ് ഉണ്ടായിരുന്നത് 85 ആയിട്ട് കുറഞ്ഞു. കേരളത്തിൻ്റെ 18 സീറ്റ് 20 കൂടി. കർണാടകയുടെ 26 സീറ്റ് 28 കൂടി. കാരണം അന്ന് ഉത്തരേന്ത്യ പോപ്പുലേഷൻ താഴെ പോകുന്ന കാലം, ദക്ഷിണേന്ത്യ കയറി വരുന്ന കാലം. ഇപ്പോൾ ദക്ഷിണേന്ത്യ കയറി അതിൻ്റെ പീക്കിലെത്തി പതുക്കെ താഴെ ഇറങ്ങി തുടങ്ങി. ഉത്തരേന്ത്യ അതിൻ്റെ പീക്കിലേക്ക് എത്തി, ഇനി താഴെ ഇറങ്ങി തുടങ്ങും താമസിയാതെ, മേ ബി അടുത്ത 10 വർഷം. ഈ ജനസംഖ്യയും ഡീലിമിറ്റേഷൻ അല്ല, ഈ സ്ത്രീ സംവരണവും ഇത് തമ്മിൽ ബന്ധപ്പെടുത്താനേ പാടില്ല. വാസ്തവത്തിൽ നമ്മളുടെ രാജ്യത്തിൻ്റെ ഷേപ്പ് നോക്കിയിട്ടുണ്ട്. വടക്ക് വിസ്താരം കൂടുതലാണ്, തെക്ക് വിസ്താരം കുറവാണ്. വായുജ്യത്ത് എന്ത് തലകുത്തി മറിഞ്ഞാലും തെക്ക് ജനസംഖ്യ കുറവായിരിക്കും, വടക്ക് കൂടുതലായിരിക്കും. ഭാരതത്തിൻ്റെ ഷേപ്പ് അങ്ങനെയല്ലേ? കൂടുതൽ സ്ഥലമുള്ളിടത്തല്ലേ കൂടുതൽ ജനസംഖ്യ ഉണ്ടാകുന്നത്. ഉത്തർപ്രദേശിൻ്റെ അതേ ജനസംഖ്യ കേരളത്തിലുണ്ടാവുമോ? ഒരാളിൻ്റെ പുറത്ത് വേറൊരാളും പിന്നെ വേറൊരാളും കൂടെ കയറി നിന്നാൽ പോലും അത്രയും ജനസംഖ്യ ഇവിടെ നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല. വാട്ട് എ ഫൂളിഷ് തിങ് ടു ഡു. ഈ നോർത്ത് സൗത്ത് ഒന്നും ഭരണഘടന അംഗീകരിക്കുന്ന വിഭജനങ്ങളല്ല. ഈസ്റ്റ് വെസ്റ്റ് അതും അംഗീകരിക്കുന്നതല്ല. 1 man 1 vote 1 value. ഇതാണ് ഭരണഘടനയുടെ പ്രിൻസിപ്പിൾ. വാല്യൂ ഒന്നായിരിക്കണം. ഇപ്പം ഞാൻ എൻ്റെ നിയോജകമണ്ഡലത്തിൽ 12 ലക്ഷം പേരുണ്ട്. 12 ലക്ഷം പേർക്ക് ഒരു പ്രതിനിധി. തെലങ്കാനയിൽ മൽക്കാൻഗിരി എല്ലാവരും പറയുന്ന ഉദാഹരണമാണ്. 39 ലക്ഷമോ അതോ 49 ലക്ഷമോ മറ്റാണ് അവിടുത്തെ ഒരു നിയോജകമണ്ഡലത്തിലെ വോട്ടർമാർ. അവർക്ക് ഒരു പ്രതിനിധി. ഇതെങ്ങനെ ശരിയാവും? വോട്ടിനൊരു വാല്യൂ ഇല്ലേ? കുടുംബാസൂത്രണം എന്ന് പറയുന്ന ഫാമിലി പ്ലാനിങ് അത് ഇഫക്റ്റീവായിട്ട് നടപ്പിലാക്കി
അതിനുള്ള ശിക്ഷയാണോ ഇത്? എന്ത് ശിക്ഷ? എന്താ അതിന് ശിക്ഷ? എന്താ? കുടുംബാസൂത്രണം ഇഫക്റ്റീവായിട്ട് നടപ്പിലാക്കി. ഈ കുടുംബാസൂത്രണത്തിന് തന്നെ ഇപ്പോൾ വലിയ എംഫസിസ് കൊടുക്കുന്നില്ല സർക്കാരുകൾ. എന്തുകൊണ്ടാണ്? ദാറ്റ് വാസ് എ യൂറോപ്യൻ അജണ്ട, അമേരിക്കൻ അജണ്ട. 1960കളിൽ PL 480 സ്കീം വെച്ചിട്ട് അമേരിക്കയിൽ നിന്ന് നമുക്ക് ഗോതമ്പ് വരുമായിരുന്നു ഭക്ഷ്യക്ഷാമം പരിഹരിക്കാനായിട്ട്. അതിൽ അവർ വെച്ചൊരു കണ്ടീഷനാണ്, നിങ്ങളുടെ പോപ്പുലേഷൻ കൂടുതലാണ്, എണ്ണം കുറയ്ക്കുന്നൊക്കെ. അപ്പം നമ്മളത് വിശ്വസിച്ചു. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അതൊരു ഭ്രാന്തായിട്ട് മാറി. നിർബന്ധിത വന്ധ്യംകരണമൊക്കെ നടത്തി സഞ്ജയ് ഗാന്ധി അടിയന്തരാവസ്ഥ കാലത്ത്. ഇതൊക്കെ ഭ്രാന്തായിരുന്നു എന്ന് പിൽക്കാലത്ത് മനസ്സിലായി.